ചുട്ടുപൊള്ളുന്ന വെയിലിൽ യാത്ര ചെയ്യുന്നവർക്ക് പച്ചിലമേലാപ്പിന്റെ കീഴെ കുളിർമയുള്ള ഒരു തണലിടമായിരിക്കുകയാണ് ജയന്തിപ്പടവ് റോഡ്. 24 വർഷം മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ മാതൃകാപരമായ ശ്രമദാനമാണ് ഈ റോഡിനെ തണലിടമാക്കിയത്. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂരിനെയും പഴുവിലിനെയും ബന്ധിപ്പിക്കാൻ ജയന്തിപ്പടവ് കോൾപ്പാട ശേഖരത്തിന് നടുവിലൂടെ 2000 ആണ്ടിൽ നിർമ്മിച്ചതാണ് ഈ റോഡ്. ബണ്ട് റോഡായി നിർമ്മാണം പൂർത്തിയായപ്പോൾ പഴുവിലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് റോഡിൻ്റെ ഇരുവശവും ഫലവൃക്ഷ തൈകൾ നടാൻ തീരുമാനിച്ചത്. പഴുവിലിലെ ഫെസ്റ്റീവ് ക്ലബ്ബും ഇവരോടൊപ്പം ചേർന്നു. മണ്ണുത്തിയിൽ നിന്ന് മാവ്, ഞാവൽ, നെല്ലി, ആഞ്ഞിലി, ഉങ്ങ്, പതിമുഖം, ബദാം എന്നിവയുടെ നല്ല ഇനം 200 തൈകൾ കൊണ്ടുവന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് റോഡിനിരുവശത്തും നടുകയായിരുന്നു. തുടർന്നുള്ള 2 വർഷം നനച്ചും വളമിട്ടും പരിപാലിച്ചതോടെ തൈകൾ തഴച്ചു വളർന്നു. ഇരുവശത്തെയും നെൽകൃഷിക്ക് തടസ്സമാകുന്നവയും റോഡിലേക്ക് ചാഞ്ഞവയും വെട്ടിമാറ്റേണ്ടി വന്നെങ്കിലും 150ഓളം തൈകൾ വൃക്ഷമായി വളർന്നു. ഇവിടെയുണ്ടാകുന്ന മാങ്ങയും ഞാവൽപ്പഴവും നെല്ലിക്കയും പരിസരത്തെ കുട്ടികൾക്കിപ്പോൾ ചെറിയൊരു വരുമാനമാർഗം കൂടിയായി മാറിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് KV സുബ്രഹ്മണ്യം, വത്സൻ മേലിട്ട, സുബീഷ് തുടങ്ങിയവരും തന്നോടൊപ്പം ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയതായി കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പ്രദീപ് പറഞ്ഞു. 2000-ലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ വഴിനെ വൃക്ഷങ്ങൾ വെച്ചൊന്ന് പരിപാലിച്ച് കൊണ്ടുവരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വർഷക്കാലം ഞങ്ങളത് ചെത്തിവെടുപ്പാക്കി ചാണകപ്പൊടിയും വളങ്ങളൊക്കെ കൊണ്ടിട്ട് അതിന് വൃത്തിയായി വെള്ളമൊക്കെ കൊടുത്ത് കോഴി ഒഴിച്ചിട്ടാണ് ആ സാധനം പരിപാലിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്തതിലുള്ള ഒരു വലിയൊരു മനസ്സിന് ഭയങ്കര തൃപ്തിയും അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്ന ആളുകൾ, അന്ന് നിഷേധിച്ചവർ തന്നെ ഇന്ന് കാലത്ത് കാൽനടയും അതുപോലെ തന്നെ കുറേ നേരം ഇവിടെ വന്ന് വിശ്രമിക്കലും മറ്റു സംവിധാനം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയധികം ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തൊക്കെ പോകുന്ന കാണുമ്പോൾ ഇരിപ്പിടത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇരുവശത്തു നിന്നും വളർന്ന വൃക്ഷത്തലപ്പുകളുടെ മേലാപ്പ് റോഡിനെ മനോഹരമായ തണലിടമാക്കിയിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ ഇവിടെ എത്തുമ്പോൾ അല്പനേരം കാറ്റും തണലും ഹരിതമേലാപ്പിൻ്റെ ചാരുതയും ഇരുവശത്തെ പാടഭംഗിയും ആസ്വദിച്ചാണ് യാത്ര തുടരുക. ഇവിടെ പഞ്ചായത്ത് ഇടപെട്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി യാത്രക്കാർക്കും സന്ദർശകർക്കും സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശ്ശൂർ.